3 days ഓഫ് ഓണം. ഓണത്തിന് ഇനി 3 ദിവസം കൂടി. അപ്പം സദ്യക്ക് പറ്റിയ ഒരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? ഇപ്പം സദ്യക്ക് വേണ്ടിയിട്ടുള്ള 4 അച്ചാറുകളായിട്ടോ. വടകപ്പുളി നാരങ്ങ, പിന്നെ ഇഞ്ചിപ്പുളി, പിന്നെ പുളിയിഞ്ചി. ഈ 4 റെസിപ്പി നല്ല റെസിപ്പികളാട്ടോ. അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു കടുമാങ്ങ അച്ചാർ. അതിനുവേണ്ടി മാങ്ങ, പച്ചമുളക്, കറി ലീഫൊക്കെ വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് മാങ്ങ ഇതേപോലെ അരിഞ്ഞെടുത്തു. പിന്നെ ഗ്രീൻ ചില്ലിയും കറി ലീഫും ഇതേപോലെ അരിഞ്ഞു. പിന്നെ ഇതിന് ആവശ്യമുള്ള നല്ലെണ്ണയാട്ടോ. സെസമി സീഡ് ഓയില, എള്ളെണ്ണ, പിന്നെ ഇത് കടുവറക്കാൻ, കായം, ഉലുവ, വറ്റൽമുളകും കടുകും. അപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം പാനിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ അല്ലേ, അതൊഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ കടുക്, മുളക് ഒക്കെ ഒന്ന് വറുത്ത ശേഷം അതിലേക്ക് കറി ലീഫ്, ഗ്രീൻ ചില്ലി അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് വറുത്തെടുക്കണം കേട്ടോ. ഉലുവ നന്നായിട്ട് വറുത്തെടുക്കണം. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായം ഇട്ട് ഒന്ന് വറുത്ത ശേഷം നമുക്ക് ഫ്ലെയിമിനെ ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കാശ്മീരി ചില്ലിയും ടർമറിക് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പാനിന് നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ ഓയിലിനും നല്ല ചൂടുണ്ട് കേട്ടോ. ആ ചൂടിലൊന്ന് വറുത്തെടുത്താൽ മതി. അതിന് ശേഷം അരിഞ്ഞു വെച്ച മാങ്ങ അതിലേക്കിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്ത കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് സാൾട്ടും ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്കിതൊന്ന് കൂൾ ചെയ്തെടുക്കണം കേട്ടോ. ചൂടോടുകൂടി ബോട്ടിലൊന്നും ഇട്ട് വെക്കല്. നന്നായിട്ട് തണുത്ത ശേഷമേ ഉള്ളൂ ബോട്ടിൽ ഇട്ട് വെക്കാവൂ. അങ്ങനെ കൂൾ ചെയ്യാൻ വെച്ചിരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കടുമാങ്ങ അച്ചാറിന്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോട്ടിലോട്ട് ഇട്ടിട്ട്, ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ, അതിലേക്ക് നിറച്ച് അതിൻ്റെ മുകളിലായി കുറച്ച് സാൾട്ടൊക്കെ വിതറി കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഓണസദ്യ ആകുമ്പോഴത്തേന് നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.